അയത്തുള്ള അലി ഖാംനെയുടെ ഖബറടക്കത്തിന്റെ ചടങ്ങുകളും പ്രത്യാക്രമണങ്ങളും ജനങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധം നടത്തുന്നത്. എന്തായാലും അമേരിക്കയും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടൽ കനത്തതോടെ പശ്ചിമേഷ്യ ആകെ യുദ്ധത്തിന്റെ നിഴലിലാണ്. ഇറാന്റെ 80ഓളം തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക ശക്തമായിട്ടുള്ള വ്യോമാക്രമണം നടത്തി. ഇതിന് പിന്നാലെ ഗൾഫ് മേഖലയിലുടനീളം മാരകമായിട്ടുള്ള മിസൈൽ ഡ്രോൺ പ്രത്യാക്രമണങ്ങൾ ഇറാനും ആരംഭിക്കുകയായിരുന്നു. ഇതിന്റെ ഫലമായാണ് ബഹ്റൈനിലും കുവൈത്തിലും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അതീവ ജാഗ്രതയിലാക്കിയതും ജനങ്ങൾക്ക് അടിയന്തര സുരക്ഷാ മുന്നറിയിപ്പുകൾ നൽകിയതും. പശ്ചിമേഷ്യ മുഴുവൻ ഭീതിയിലാഴ്ത്തിക്കൊണ്ട് വൻ യുദ്ധസമാനമായിട്ടുള്ള അന്തരീക്ഷമാണ് ഇപ്പോൾ ഗൾഫ് മേഖലയിൽ ഉടലെടുത്തിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള വാണിജ്യ പാതകളെയും രാജ്യാന്തര എണ്ണക്കടത്തിനെയും നിശ്ചലമാക്കാൻ പോകുന്ന രീതിയിലാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കനത്ത സൈനിക നീക്കങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഇറാന്റെ അതിർത്തിക്കുള്ളിലെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾ, ഡ്രോൺ നിർമ്മാണ കേന്ദ്രങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന 80ഓളം തന്ത്രപ്രധാന സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ അതിശക്തമായിട്ടുള്ള വ്യോമാക്രമണം അഴിച്ചുവിട്ടത്. ഇറാന്റെ സൈനിക ശേഷിയെ പൂർണ്ണമായിട്ടും തളർത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു അമേരിക്കൻ സെൻട്രൽ കമാൻഡിന്റെ ഈ ഒരു അപ്രതീക്ഷിത ആക്രമണം എന്ന് പറയുന്നത്. ഈ അമേരിക്കൻ വ്യോമാക്രമണത്തിന് തൊട്ടു പിന്നാലെ പ്രതികാരം എന്നോണം ഗൾഫ് മേഖലയിലുടനീളം വൻതോതിലുള്ള മിസൈൽ മഴ തന്നെയാണ് ഇറാൻ തൊടുത്തുവിട്ടത്. ബഹ്റൈന്റെ വ്യോമ അതിർത്തിക്ക് നേരെ ശത്രുപരമായിട്ടുള്ള മിസൈൽ ഡ്രോൺ നീക്കങ്ങൾ റഡാറുകളിൽ ദൃശ്യമായതോടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ വ്യോമാക്രമണങ്ങൾ നടക്കുന്നതായിട്ടുള്ള മുന്നറിയിപ്പുകൾ, അപായ സൈറണുകൾ തുടർച്ചയായിട്ട് മുഴങ്ങി. ഈ സ്ഥിതിഗതികൾ സങ്കീർണമായതിനെ തുടർന്ന് പൗരന്മാരും പ്രവാസികളും ഒട്ടും സമയം കളയാതെ എത്രയും വേഗം ഏറ്റവും അടുത്തുള്ള സുരക്ഷിത ഷെൽട്ടറുകളിലേക്ക് മാറാൻ ബഹ്റൈൻ മന്ത്രാലയം അറിയിച്ചു. അതോടൊപ്പം തന്നെ കുവൈത്തിലും അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് സൈന്യം പുറപ്പെടുവിപ്പിച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ അതിർത്തികൾ ലക്ഷ്യമാക്കി പാഞ്ഞു വന്ന നിരവധി ശത്രു മിസൈലുകളെയും മാരക ഡ്രോണുകളെയും കുവൈത്തിന്റെ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വിജയകരമായിട്ട് ആകാശത്ത് വെച്ച് തന്നെ വെടിവെച്ചിട്ടതായിട്ട് കുവൈത്ത് സൈനിക വക്താവ് ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുണ്ട്. ഈ കുവൈത്തിന്റെ ആകാശത്ത് വെച്ച് ശത്രു മിസൈലുകൾ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തടഞ്ഞു നശിപ്പിച്ചതിനെ തുടർന്ന് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഉഗ്രമായിട്ടുള്ള സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുകയുണ്ടായി. അതായത് മറ്റൊരു കാര്യം കൂടി ഇവിടെ എടുത്തു പറയണം. അതായത് ഇറാനിൽ ഇപ്പോൾ നടക്കുന്നത് അവിടുത്തെ പരമോന്നത നേതാവിന്റെ ഖബറടക്കത്തിന്റെ ചടങ്ങുകളാണ്. 6 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഒരു ഖബറടക്കത്തിന്റെ അവസാന ദിവസം നാളെയാണ്. ഈ ദിവസത്തിനോടനുബന്ധിച്ച് തന്നെ അദ്ദേഹത്തിന്റെ വിലാപയാത്രയിൽ പങ്കുചേർന്നുകൊണ്ട് കോടിക്കണക്കിന് ആളുകളായിരുന്നു തെരുവിലിറങ്ങിയത്. എന്നാൽ ഇവർ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇസ്രയേലിനെയും അമേരിക്കയും ഞെട്ടിക്കുന്നത്. അതായത് ഇസ്രയേൽ മരിക്കണം, അമേരിക്ക മരിക്കണം എന്നുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ടാണ് ഈ ജനം തെരുവിലിറങ്ങുന്നത്. ഈ ജനങ്ങൾക്ക് ഒരൊറ്റ ആവശ്യമേ ഉള്ളൂ, തങ്ങളുടെ പരമോന്നത നേതാവിനെ കൊന്നവരെ അതേപോലെ തന്നെ കൊല്ലണം എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമാണ് ഈ ജനങ്ങൾക്ക് മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു വിലാപ ചടങ്ങുകളിൽ കണ്ണീരോടെ നിൽക്കുമ്പോഴും ഇറാന്റെ ഈ പരമോന്നത നേതാവ് മരിച്ചു എന്നതിന് പകരം രക്തസാക്ഷിയായി ഇനി ഞങ്ങൾ എന്തിനെ നേരിടും എന്ന് കരുതി കൂട്ടിക്കൊണ്ടാണ് അവിടുത്തെ ജനങ്ങൾ ഒന്നടങ്കം ഈ ഒരു കാര്യത്തെ നോക്കിക്കാണുന്നത്. IRGCയും അവിടുത്തെ ഇറാൻ ഭരണകൂടവും നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മരണം ഒരിക്കലും മരിക്കുകയല്ല, പകരം അത് രക്തസാക്ഷിയാണ്, ഞങ്ങൾ ഇനി ഇതിനെ പൊരുതും എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇവിടെയാണ് ഈ ഡൊണാൾഡ് ട്രംപിന് തെറ്റിയത്. അതായത് അവിടുത്തെ ഈ വിലാപ ചടങ്ങുകളിൽ അല്ലെങ്കിൽ ഈ വിലാപ യാത്രയിൽ കാണാൻ കഴിയുന്നത് ഒരു പറ്റം ജനങ്ങളാണ്. അതായത് കോടിക്കണക്കിന് ജനങ്ങൾ അദ്ദേഹത്തിന്റെ മൃതദേഹത്തെ വഹിച്ചുകൊണ്ടുള്ള യാത്രയിൽ പങ്കെടുക്കുകയും അദ്ദേഹത്തിന് കാണാൻ വേണ്ടി എത്തുകയും അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോഴും അവിടെ അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് അവസാനമായിട്ട് കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ മൃതശരീരത്തിന്റെ മുന്നിൽ വരികയൊക്കെ ചെയ്യുന്ന രീതിയിൽ കോടിക്കണക്കിന് ജനങ്ങളാണ് ഒത്തുകൂടുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ട്രംപിന് മനസ്സിലായ ഒരു കാര്യം, അവിടുത്തെ ജനതയെ അവിടുത്തെ ഭരണകൂടത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ഒരിക്കലും സാധിക്കില്ല എന്നതാണ്. അവിടുത്തെ ജനങ്ങളെ പിന്തിരിപ്പിച്ചുകൊണ്ട് അവിടുത്തെ ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള ഒരു വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് ഈ ഭരണകൂടത്തെ ഇല്ലാതാക്കാം, അവിടുത്തെ പരമാധികാരം പിടിച്ചെടുക്കാം എന്ന് കരുതിക്കൊണ്ടായിരുന്നു ട്രംപും ഇസ്രായേൽ പ്രസിഡന്റും കൂടി ഈ ഒരു യുദ്ധം നടത്തിയിരുന്നത്. പക്ഷേ എല്ലാം തെറ്റുന്ന രീതിയിലാണ്. അന്ന് തന്നെ ഈ ഒരു യുദ്ധം നടത്തിയതിനു ശേഷം അവിടുത്തെ കണക്ക്
കണക്കുകളെല്ലാം തെറ്റിയിരുന്നു. ട്രംപിൻ്റെയും നെതന്യാഹുവിൻ്റെയും കയ്യിൽ ഒതുങ്ങുന്നതായിരുന്നില്ല ആ യുദ്ധം എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു വിലാപയാത്രയിൽ ജനങ്ങൾ തെരുവിലിറങ്ങിക്കൊണ്ട് ട്രംപിനെ നെതന്യാഹുവും കൊല്ലണം അല്ലെങ്കിൽ മരിക്കണം എന്ന് പറയുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. അവരുടെ ചോരയിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒരു കാര്യം ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാശ്ചാത്യ ശക്തികൾക്ക് മുന്നിൽ ഒരിക്കലും മുട്ടുമടക്കില്ല, അത് രാജ്യമായാലും അവിടുത്തെ ജനതയായാലും എന്ന് വിളിച്ചോതുന്ന രീതിയിലാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അമേരിക്ക ഇസ്രായേൽ സഖ്യത്തിന്റെ സംയുക്ത വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഈ ഒരു പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖംനിയുടെ ഈ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര മിഡിൽ ഈസ്റ്റിൽ കനത്ത രാഷ്ട്രീയ നയതന്ത്ര ശക്തി പ്രകടനമായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോടിക്കണക്കിന് ജനങ്ങളാണ് അദ്ദേഹത്തിന്റെ വിലാപയാത്രയിൽ പങ്കെടുക്കുന്നത്. എന്തായാലും തെഹ്റാനിലും വിശുദ്ധ നഗരമായിട്ടുള്ള ഖോമിലും നടന്ന വിലാപയാത്രയിൽ ദശലക്ഷക്കണക്കിന് ജനങ്ങളാണ് കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞ് രക്തസാക്ഷിത്വത്തിന്റെ ചുവന്ന കൊടികളുമായിട്ട് തടിച്ചുകൂടിയത്. ഈ വിലാപയാത്രയിൽ ഉടനീളം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനുമെതിരെ വധഭീഷണി മുഴക്കുന്ന രീതിയിലാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അമേരിക്കയെ കൊല്ലണം അല്ലെങ്കിൽ ഇസ്രായേലിനെ കൊല്ലണം എന്നുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടും ഈ കൂറ്റൻ ബാനറുകളും പ്ലക്കാർഡുകളും ഒക്കെ ഉയർത്തിക്കൊണ്ടാണ് ഈ വിലാപയാത്ര അവർ നടത്തുന്നത്. അവിടെ ഒരു വലിയൊരു പ്രതിഷേധം കൂടി അറിയിക്കുന്നുണ്ട്. എന്തായാലും ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കാൻ, പ്രമുഖ ഖുദ്സ് ഫോഴ്സ് കമാൻഡർ ഇസ്മായിൽ ഖാനി തുടങ്ങിയ ഉന്നത നേതാക്കൾ ജനങ്ങൾക്കൊപ്പം കാൽനടയായിട്ട് ഈ ഒരു വിലാപയാത്രയിൽ പങ്കുചേർന്ന് തങ്ങളുടെ വിപ്ലവ വീര്യം തെളിയിക്കുകയാണ്. ഇറാന്റെ പുതിയ പരമോന്നത നേതാവായ ഔദ്യോഗികമായിട്ട് ചുമതലയേറ്റ മുജ്തബ ഖാംനി ഈ സുപ്രധാന ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എത്തിയില്ല എന്നതാണ് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്കും ദുരൂഹതകൾക്കും വഴി തുറന്നിട്ടുള്ളത്. എന്തായാലും സുരക്ഷകളെ മാനിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇറങ്ങാത്തത് എന്നാണ് IRGCയും അവിടുത്തെ ഭരണകൂടവും ഒക്കെ വ്യക്തമാക്കുന്നത്. തെഹ്റാനിലെയും ഖോമിലെയും ചടങ്ങുകൾക്ക് ശേഷം ഭൗതിക ശരീരം ഇറാഖിലെ പുണ്യ നഗരങ്ങളായിട്ടുള്ള നജാഫ്, കർബല എന്നിവിടങ്ങളിലേക്ക് കൊണ്ടുപോകുമെന്നും അതിനുശേഷമായിരിക്കും ജന്മനാടായിട്ടുള്ള മഷാദിൽ ഔദ്യോഗിക സംസ്കാരം നടക്കുകയെന്നും ഇറാൻ മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ലോകത്തെ എണ്ണക്കടത്തിന്റെ വലിയൊരു പങ്ക് വഹിക്കുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന ഈ ഹോർമുസ് കടലിടുക്കിൽ യുദ്ധം കനക്കുന്നതിനിടെ സമാധാനം എന്നത് വലിയൊരു ചോദ്യചിഹ്നമായിട്ട് മറുവശത്ത് മാറുകയാണ്. അതിനിടയിലാണ് ഒരു ദിവസം കൂടി ബാക്കി നിൽക്കുന്നത്. ഈ ഖബറടക്ക ചടങ്ങുകൾക്കും അദ്ദേഹത്തിന് അന്ത്യവിശ്രമം നൽകുന്നതിനും വേണ്ടിയിട്ട് അവിടുത്തെ ജനങ്ങൾ ഒന്നിച്ചിറങ്ങുന്നത്. എന്തായാലും എത്രയും വേഗം ശക്തമായിട്ടുള്ള നയതന്ത്ര ഇടപെടലിലൂടെ ഈ ഒരു ശാശ്വത പരിഹാരം കണ്ടെത്തിയില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ ലോകത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരിക വലിയ ആഗോള സാമ്പത്തിക തകർച്ചയ്ക്കും നിയന്ത്രണാതീതമായിട്ടുള്ള ഒരു മഹായുദ്ധത്തിനുമായിരിക്കും. ഒരു സൈനിക നീക്കങ്ങൾക്ക് പിന്നാലെ ഇറാന് എണ്ണ വിപണനത്തിനായി നൽകിയിരുന്ന ഒരു താൽക്കാലിക ഉപരോധ ഇളവുകൾ ട്രംപ് പിൻവലിച്ചതും വലിയ രീതിയിലുള്ള യുദ്ധത്തിന് വഴി തുറക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇതിനു പുറമെ ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായിട്ട് ഫോണിൽ സംസാരിക്കുകയും അമേരിക്കയിൽ നേരിട്ട് കൂടിക്കാഴ്ച നടത്താൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പലസ്തീനും ലബനാനിലും കൂട്ടക്കുരുത്തി നടത്തുന്ന ഇസ്രായേലിനെ കൂട്ടുപിടിച്ച് ഇറാനെതിരെ ഒരു സംയുക്ത സൈനിക നീക്കത്തിനാണ് അമേരിക്ക പദ്ധതി ഇടുന്നത് എന്നാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ വിലയിരുത്തിക്കൊണ്ട് പറയുന്നത്. എന്നാൽ ഈ സഖ്യത്തെയും തകർക്കാൻ പോകുന്നതാണ് ഇറാന്റെ പ്രതിരോധ സഖ്യം എന്ന് പറയുന്നത്. എന്തായാലും തങ്ങളുടെ പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള അലി ഖാംനിയുടെ വിയോഗത്തിന് പിന്നാലെ ഇറാൻ ആഭ്യന്തരമായിട്ട് തകരുമെന്നാണ് അമേരിക്ക കരുതിയത്. എന്നാൽ ജൂലൈ ആദ്യവാരം ഇറാനിലും ഇറാഖിലെ പുണ്യനഗരമായിട്ടുള്ള കർബലയിലും നടന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾ പങ്കെടുത്ത വിലാപയാത്രകൾ ഭരണകൂടത്തോടുള്ള ജനങ്ങളുടെ അടിയുറച്ച ഐക്യദാർഢ്യം ലോകത്തിന് മുന്നിൽ തെളിയിച്ചിരിക്കുകയാണ്. വിപ്ലവ നായകന് വികാര നിർഭരമായ വിട നൽകിക്കൊണ്ട് സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിൽ തങ്ങൾ ഒന്നാണെന്ന് ഇറാനിയൻ ജനത ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ ഒരു പോരാട്ടം കേവലം പശ്ചിമേഷ്യ മാത്രമല്ല ആഗോള സമ്പദ് വ്യവസ്ഥയും ബാധിച്ചിട്ടുണ്ട്. ഈ ആക്രമണത്തിൽ വലിയ രീതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ ബ്രെന്റ് ക്രൂഡ് ഓയിലിന് $75 മുകളിലെത്തിയിട്ടുണ്ട്. ഇന്ധന വിപണിയിലെ ഈ മാറ്റങ്ങൾ അമേരിക്കയുടെ സാമ്പത്തിക ഭദ്രതയെ പോലും ഉലയ്ക്കാൻ പോകുന്നതാണ്. എണ്ണക്കപ്പലുകളുടെ താക്കോൽ കൈവശമുള്ള ഇറാൻ വിചാരിച്ചാൽ അമേരിക്കയുടെ പതനം പൂർണ്ണമാകുമെന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ. ചുരുക്കത്തിൽ ട്രംപിന്റെ ഭീഷണികൾക്കും കരാർ റദ്ദാക്കൽക്കും മുന്നിൽ ഇറാൻ തലകുനിക്കുന്നില്ല. അമേരിക്കയുടെ എല്ലാ പരമ്പരാഗത യുദ്ധമുറകളും പരാജയപ്പെടുത്താൻ പോകുന്ന തന്ത്രപരമായിട്ടുള്ള കരുത്ത് ഇറാനുണ്ട്. ആണവാക്രമണം നടത്തിയാൽ പോലും വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഇറാന്റെ വിപ്ലവ വീര്യം അമേരിക്കൻ അഹങ്കാരത്തിനുള്ള ശക്തമായിട്ടുള്ള പ്രത്യാക്രമണമാണ്. പശ്ചിമേഷ്യയിലെ ഈ ഒരു വൻ പ്രതിസന്ധിയിൽ അമേരിക്കയുടെ തകർച്ച കാണാൻ ഉടനടി കാത്തിരിക്കേണ്ടി വരും എന്നതാണ്. കാരണം അത്രയേറെ രോക്ഷം അല്ലെങ്കിൽ അത്രയേറെ കത്തി നിൽക്കുകയാണ് ഇറാൻ. തങ്ങളുടെ പരമോന്നത നേതാവിൻ്റെ ഈ ഖബറടക്ക ചടങ്ങിലാണ് ഇത്രയും വലിയ ആക്രമണം ഈ അമേരിക്ക അഴിച്ചുവിട്ടത്. അതുകൊണ്ട്
അതുകൊണ്ട് അതിന് പകരം വീട്ടും. അദ്ദേഹത്തിന്റെ മരണത്തെയും രക്തസാക്ഷിയാക്കിക്കൊണ്ട് ഈ ജനങ്ങൾ തെരുവിലിറങ്ങുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഈ യുദ്ധം അമേരിക്ക മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നീട് കാണാൻ പോകുന്നത് വലിയൊരു ഒരു യുദ്ധമായിരിക്കും. അവിടെ അമേരിക്കയ്ക്ക് ഉണ്ടാകുന്ന നഷ്ടം എന്ന് പറയുന്നത് അത് എണ്ണിത്തീർക്കാൻ കഴിയില്ല എന്നതാണ്. കാരണം അത്രയേറെ രോക്ഷം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയൊരു രോക്ഷം അവർക്കുള്ളിലുണ്ട്. അവർ ഒരിക്കലും അതിൽ നിന്ന് പിന്മാറില്ല. തങ്ങളുടെ രക്തസാക്ഷി അല്ലെങ്കിൽ അദ്ദേഹം മരിച്ചു, ആ മരണത്തെ രക്തസാക്ഷിയാക്കിക്കൊണ്ട് ജനങ്ങൾ ഉൾപ്പെടെ ഒരുമിച്ച് കൈകോർത്ത് നിന്നുകൊണ്ട് തെരുവിലിറങ്ങുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തെ തൊട്ടാൽ അവിടുത്തെ ജനം മുഴുവൻ ഒന്നിച്ചിറങ്ങും എന്നതാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള നീക്കങ്ങൾക്കായിരിക്കും ഇനി IRGCയും ഇറാൻ ഭരണകൂടവും ഇറങ്ങുക എന്നതിൽ സംശയമില്ല.